കേരളം ഇങ്ങനെയൊരു യാത്ര ഒരുപക്ഷെ അടുത്ത കാലത്ത് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. VS-നെ ജന്മനാട് നെഞ്ചേറ്റുമ്പോൾ ഓച്ചിറയിൽ നിന്ന് സാവധാനം വാഹനം മുന്നിലേക്ക് പോവുകയാണ്. സ്ത്രീകളടക്കമുള്ളവർ വലിയരികിൽ കാത്തു നിൽക്കുന്നു. കയ്യിലൊരു റോസാപ്പൂവുണ്ട്, നെഞ്ചിലൊരു വിതുമ്പലുണ്ട്, കണ്ണിൽ കണ്ണീരുണ്ട്. VS-നെ യാത്രയയക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ കണ്ണുകളിൽ തെല്ലും പരിഭൂമിയില്ല. മണിക്കൂറുകൾ കാത്തുനിന്ന് VS-നെ കാത്തിരിക്കുകയാണ്. ഒരു ഉറക്കം നഷ്ടപ്പെട്ടു. പക്ഷേ എത്രയെത്ര ഉറക്കം VS-ന് നമുക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനുണ്ടായിരുന്നു. നമ്മൾ VS ഉറങ്ങുമ്പോൾ സുഖമായി VS ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങിയവരല്ലേ. ഒരിക്കൽ കൂടി ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്നു. പ്രകൃതിയിൽ നമ്മളെപ്പോലെ കരഞ്ഞു നിൽക്കുന്ന ഒരു വാർത്താ പ്രഭാതത്തിലേക്കാണ് നമ്മൾ കൺതുറക്കുന്നത്. ഒരു വിപ്ലവ സൂര്യൻ അസ്തമിക്കാതെ മറ്റൊരു സൂര്യൻ ഉദിക്കുന്ന അപൂർവമായ കാഴ്ചയ്ക്ക് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ വിപ്ലവ സൂര്യൻ അസ്തമിക്കുന്നേയില്ലല്ലോ. പക്ഷേ രണ്ടാമത്തെ പകൽ VS ഇല്ലാത്ത രണ്ടാമത്തെ സൂര്യോദയമാണ് നമ്മൾ കാണുന്നത്. 39 മണിക്കൂറായി റിപ്പോർട്ടർ TV VS-നോടൊപ്പം സഞ്ചരിച്ചു തുടങ്ങിയത്. വിലാപയാത്ര 17ാമത്തെ മണിക്കൂറിലേക്ക് പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും പാതയോരങ്ങളിലെല്ലാം ചുവന്ന പൂക്കൾ വിതറി റോസാപ്പൂക്കളുമായി കാത്തിരിക്കുന്ന ജനതയെ പ്രേക്ഷകർക്ക് കാണാം. ജനാരവങ്ങൾക്കിടയിലൂടെ, ജനസാഗരങ്ങൾക്കിടയിലൂടെ മുഷ്ടി ചുരുട്ടിയ വിപ്ലവ നായകൻ കടന്നു വരികയാണ്. ഇത് കേരളം കണ്ടിട്ടില്ലാത്ത വിലാപയാത്രയാണ്. കേരളം ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹവായ്പാണ്. പ്രവീൺ, അലക്കടലിനെ എങ്ങനെയാണ് വകഞ്ഞു മാറ്റുന്നത് എന്നത് നമുക്കറിയില്ല. ചാഞ്ഞു പെയ്യുന്ന മഴയിലും നേരെ നിവർന്നു നിന്ന് VS-നെ ഒരു നോക്കി കാണാനെത്തിയ മനുഷ്യരെ നമ്മൾ കണ്ട് അത്ഭുതപ്പെടുകയല്ലേ. അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യര് എത്ര മണിക്കൂറായി, ഒരു രാത്രിയെ മുഴുവൻ അവർ ഈ ഉറക്കമില്ലാത്ത രാത്രിയായി അവർ കാത്തിരുന്ന മനുഷ്യരല്ലേ. വഴിവക്കിൽ നിന്ന് നിൽക്കുമ്പോഴും ഈ മഴയത്തും അവരുടെ മുദ്രാവാക്യവും ഉശിരും നഷ്ടപ്പെട്ടു പോകുന്നതിനോ VS എന്ന പാവങ്ങളുടെ പണത്തലവൻ നമ്മളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുകയല്ലേ പ്രവീൺ. അതേ ഒരു ഓച്ചിറയുടെ വീതിയിലൂടെ VS ഇങ്ങനെ യാത്രയാവുകയാണ്. ആയിരങ്ങളാണ് VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം ഇങ്ങനെ ജനക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നു. ആ വാഹനത്തിനൊപ്പം ജനങ്ങളും ഇങ്ങനെ കൂട്ടത്തോടെ ഒഴുകുകയാണ്. ഇത് ഒരുപക്ഷെ മറ്റൊരു നേതാവിനും കിട്ടാത്ത ഒരു 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 സാഹചര്യം എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇതാ ജനക്കൂട്ടം ഇങ്ങനെ ആ ബസ്സിനൊപ്പം ഇങ്ങനെ ഒഴുകുകയാണ്. എത്ര കണ്ടാലും, എത്ര അടുത്ത് നിന്ന് കണ്ടാലും അത് മതിയാകുന്നില്ല. തങ്ങൾക്ക് ഇനിയും VS-നെ ഒന്നുകൂടി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബസ്സിനെ ഇങ്ങനെ ഒരു ജനക്കൂട്ടം ഇങ്ങനെ അനുഗമിക്കുകയാണ്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തരുടെ മുഖത്തും മുദ്രാവാക്യം വിളിയുടെ ആവേശം, ഒപ്പം തന്നെ കണ്ണുകളിൽ ആ ദുഃഖത്തിൻ്റെ ആ മയം, പലരും കണ്ണുനീരുമായിട്ടാണ് ഇവിടെ പല ആളുകളും നിൽക്കുന്നത്. 1967 അമ്പലപ്പുഴയിൽ നിന്നുമാണ് ആദ്യമായി VS നിയമസഭയിൽ അംഗമായത്. 1970 അമ്പലപ്പുഴയിൽ നിന്ന് വിജയം. പിന്നീട് 91 മാരാരിക്കുളത്ത് നിന്നും വിജയിച്ചു. 2001, 2006, 2015, 2016 തെരഞ്ഞെടുപ്പുകളിലും മലമ്പുഴയിൽ നിന്ന് വിജയിച്ചു. അങ്ങനെ തിരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. കേരളം ഒന്നാകെ കണ്ണിമ്മ ചിമ്മാതെ വിപ്ലവ നായകനെ യാത്രയാക്കുകയാണ്. വിപ്ലവ നാടിലേക്ക്, തന്റെ ജന്മനാട്ടിലേക്ക് VS അവസാന യാത്രയ്ക്ക് എത്തിയിരിക്കുകയാണ്. വഴിനീളെ ജനസഹസ്രങ്ങളുടെ വിടവാങ്ങലേറ്റുവാങ്ങിക്കൊണ്ടാണ് വയലാറിൻ്റെയും പുന്നപ്രയുടെയും പ്രിയപ്പെട്ട മകൻ ഇപ്പോൾ അന്ത്യയാത്രയ്ക്കായി തൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 15-16 മണിക്കൂറിലേറെയായി കണ്ണിമച്ചിമാതെ കേരളം കാത്തിരുന്നു VS-ലെ ഒരു നോക്ക് കാണാൻ, അവസാനമായ ഒരു നോക്ക് കാണാൻ. വഴിനീളെ ആയിരക്കണക്കിന് പേരാണ് ഒരു പോള കണ്ണടക്കാതെ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കാത്തിരുന്നത്. ഇപ്പോഴും കേരളം ഒന്നാകെ തിരുവോരങ്ങളിലേക്ക് എത്തുകയാണ്. ഇനി അവസാന യാത്രയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുന്നപ്ര വയലാറിൻ്റെ വീരപുത്രൻ തൻ്റെ അന്ത്യയാത്രയ്ക്കായി തൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓച്ചിറ കടന്ന് KPSC ജംഗ്ഷനിൽ കടന്ന് ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. മണിക്കൂറുകൾ ഇടവിട്ട് തിരുവോരങ്ങളിൽ നിന്നിട്ട് പോലും ഒരു മഴയെയും
ഒരു മഴയ്ക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിപ്ലവ വീര്യത്തോടെയാണ് തങ്ങളുടെ നായകനെ കാണാൻ ജനക്കൂട്ടം ഒന്നാകെ ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് VSന്റെ ജന്മനാട്ടിലേക്ക് എത്താനുള്ളത്. ഒരുപക്ഷെ കേരളം ഇന്നുവരെ കാണാത്ത വികാരവായ്പോടെ കണ്ണീർ മഴ തോരാതെ ഇത്ര സ്നേഹത്തോടെ ഒരു നായകനെ, ഒരു ജനകീയ നേതാവിനെ ഒരു നാടും വിടവാങ്ങൽ ഒരുക്കിയിട്ടുണ്ടാവില്ല. VS ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം വലിയ സമര തേജസ്സാണ് എന്ന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണവുമില്ല. അത്രമേൽ പ്രിയപ്പെട്ട ഒരു നേതാവിനെയാണ് മണിക്കൂറുകൾ കാത്തിരുന്ന്, ഇനി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും തങ്ങൾ കാത്തിരിക്കാമെന്നാണ് ഓരോ മുഖങ്ങളും നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഓച്ചിറ കഴിഞ്ഞാൽ നേരത്തെ നിശ്ചയിച്ച പോയിന്റുകളിലായിരിക്കില്ല പൊതുദർശനം. ഓച്ചിറ കഴിഞ്ഞാൽ ഇനി പറയുന്ന ഓച്ചിറ കഴിഞ്ഞാൽ കായംകുളം, കരിയിലക്കുളങ്ങര, ഹരിപ്പാട്, കരുവാറ്റ, തോട്ടപ്പള്ളി, അമ്പലപ്പുഴ, വണ്ടാനം, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ മാത്രമേ നിർത്തുകയുള്ളൂ എന്നുള്ള ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ. എല്ലാ ഘടികാരങ്ങളും തെറ്റിപ്പോയതുകൊണ്ട്, എല്ലാ സമയക്രമീകരണങ്ങളും പാളിപ്പോയതുകൊണ്ട് ഓച്ചിറ കഴിഞ്ഞാൽ നേരത്തെ നിശ്ചയിച്ച പോയിന്റുകളിലായിരിക്കില്ല. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് കായംകുളത്ത്, കരിയിലക്കുളങ്ങരയിലും, ഹരിപ്പാടും, കരുവാറ്റയിലും, തോട്ടപ്പള്ളിയിലും, അമ്പലപ്പുഴയിലും, വണ്ടാനത്തും മെഡിക്കൽ കോളേജിലുമാണ് ഇനി പൊതുദർശനമുള്ളത്. മറ്റു പോയിന്റുകൾ ഒഴിവാക്കിയതായി ഇപ്പോൾ ഏരിയ സെക്രട്ടറി റിപ്പോർട്ടിനോട് അറിയിച്ചിട്ടുണ്ട്. വിലാപയാത്ര നടക്കുമ്പോൾ നേരത്തെ നിർത്തുന്ന സ്ഥലങ്ങളിൽ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് VSനെ എത്രയും പെട്ടെന്ന് ആലപ്പുഴയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരു രാത്രി മുഴുവൻ കാത്തിരുന്ന മനുഷ്യരെ മുഴുവൻ കാട്ടിയാണ് നമ്മൾ മടങ്ങുന്നത്. ഒരിക്കൽ കൂടി അറിയിപ്പ് പറയാം. ഓച്ചിറ പിന്നിടുകയാണ്. ഓച്ചിറ കഴിഞ്ഞാൽ ഇനി അടുത്തത് കായംകുളത്താണ് നിർത്തുക. കായംകുളം കഴിഞ്ഞാൽ കരിയിലക്കുളങ്ങര കഴിഞ്ഞാൽ ഹരിപ്പാട് കഴിഞ്ഞാൽ കരുവാറ്റ കഴിഞ്ഞാൽ തോട്ടപ്പള്ളി കഴിഞ്ഞാൽ അമ്പലപ്പുഴ കഴിഞ്ഞാൽ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് നിലവിൽ സ്റ്റോപ്പുകളുള്ളത്. മറ്റു പോയിന്റുകൾ ഒഴിവാക്കിയിട്ടുള്ളതായി പാർട്ടി അറിയിക്കുന്നുണ്ട്. ആ വിവരം പ്രേക്ഷകർ അറിയിക്കുന്നു. മറ്റെവിടെയെങ്കിലും നിങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകണം. സ്ഥലമൊരിക്കൽ കൂടി പറയാം. ഓച്ചിറ കഴിഞ്ഞാൽ കായംകുളം, കരിയിലക്കുളങ്ങര, ഹരിപ്പാട്, കരുവാറ്റ, തോട്ടപ്പള്ളി, അമ്പലപ്പുഴ, വണ്ടാനം മെഡിക്കൽ കോളേജ്. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇനി അടുത്ത സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത്. കാരണം എല്ലാ ഘടികാരങ്ങളും ഇപ്പോൾ നിലച്ചു പോയിരിക്കുന്നു. വിപ്ലവശീലമുള്ള യാത്ര മറ്റൊരു സൂര്യോദയത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടി നിശ്ചയിച്ച സമയവും ക്രമീകരണവും എല്ലാം പാളിപ്പോകുന്നുണ്ട്. ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് തന്നെ നമുക്ക് VSനെ യാത്രയയക്കേണ്ടതുണ്ട്. VSനെ ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഓച്ചിറ പിന്നിടുകയാണ്.